ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ദാൽ പിഠി ആണ്. ദാൽ പിഠി എന്ന് പറയുന്നത് പരിപ്പും പിന്നെ കുറച്ച് ആട്ട നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടൊക്കെ എല്ലാം കൂടെ കൂട്ടി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ നിങ്ങൾ മുഴുവനായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ആക്ച്വലി ബീഹാറിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. നമുക്ക് ഡിന്നറിനൊക്കെ ചപ്പാത്തി അങ്ങനെയുള്ളതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് നമ്മൾ മടുത്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമൊക്കെ നമുക്കൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. അപ്പം നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 1 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് തുവരപ്പരിപ്പുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി നല്ലതായിട്ടൊന്ന് ഞെരടി കഴുകി അതിന് തഴുക്കൊക്കെ പോകുന്ന വിധത്തിലൊന്ന് കഴുകി നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. 2-3 പ്രാവശ്യം ഒന്ന് കഴുകണം. അതിനുശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പരിപ്പിന് ഞാൻ 2.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3-4 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിക്കണം. നന്നായിട്ട് പരിപ്പ് വേവണം. നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടി കുഴയ്ക്കണം. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്ലെയിനായിട്ട് ഉപ്പ് ചേർത്ത് മാത്രമായിട്ട് നമുക്ക് കുഴയ്ക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനെക്കാട്ടിലും ഒന്ന് ടൈറ്റായിട്ട് വേണം നമ്മളൊന്ന് കുഴച്ചെടുക്കാൻ. ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആകേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഒന്ന് ടൈറ്റായിട്ടൊന്ന് ഇരിക്കണം. ഒത്തിരി അങ്ങ് നമ്മൾ സോഫ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ഇതുപോലെ ഒരു ടൈറ്റ് ഡോ നമുക്ക് തയ്യാറാക്കിയെടുക്കണം. ഒത്തിരി നമ്മളിതിനെ സോഫ്റ്റ് ആക്കണ്ട. ഇപ്പോൾ ഇവിടെ നമ്മളുടെ ഈ മാവ് ഇവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരുവത്തിൽ ഇരിക്കണം. ഒത്തിരി സോഫ്റ്റ് ആകാൻ പാടില്ല. ഇത് നമുക്കൊരു 10 മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ കുക്കർ നമുക്കൊന്ന് തുറന്ന് നോക്കാം. പരിപ്പൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിനകത്ത് എയറൊക്കെ പോയതിന് ശേഷം വേണം തുറക്കാനായിട്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് തക്കാളിയും കൂടെ വേണം. ഒരു തക്കാളിയും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആട്ട നമുക്കൊന്നുകൂടെ ഇതുപോലെ കൈ കൊണ്ട് ഒന്നുകൂടെ കുഴച്ചൊന്ന് മയപ്പെടുത്തിയെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട. ഇത് പരുവത്തിൽ നമുക്കൊന്ന് ഒന്നുകൂടെ മയപ്പെടുത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു വലിയൊരു ഉള്ള പോലെ ഇങ്ങനെ എടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിലോ അതിനെക്കാട്ടിലും ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ നമുക്ക് എടുത്തതിന് ശേഷം നമുക്കിത് കൈവെള്ളം വെച്ച് നന്നായിട്ടൊന്ന് ഷേപ്പ് വരുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പൊടി ഒന്ന് തൂക്കിക്കൊടുത്ത് നമുക്കിതൊന്ന് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. കനം കുറച്ച് വേണം പരത്താനായിട്ട്, ഒത്തിരി കനം കൂടരുത്. ഇപ്പം ഇതുപോലെ ഞാനൊരു വലിയൊരു ചപ്പാത്തി ഇതുപോലെ കനം കുറച്ച് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു ഗ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് ഇതുപോലെ ഒരു ഷേപ്പിൽ വരത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ പൂരിയുടെ വലുപ്പത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിന് എങ്ങനെയാണ് ഷേപ്പ് കൊടുക്കുന്നതെന്ന് കാണിക്കാം. അതിൻ്റെ ചുറ്റും അല്പം വെള്ളം ഒന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇത് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നമുക്കിതിനൊന്ന് ഷേപ്പാക്കി കൊടുക്കണം. വലിയ പ്രയാസമൊന്നുമില്ല. അവൻ 2 സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ മറ്റു 2 സൈഡിൽ നിന്നും ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ പിടിച്ചിട്ട് 2 സൈഡിൽ കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഇതാണ് പിഠിയുടെ ഷേപ്പ്. ഇങ്ങനെ ഉണ്ടാക്കുന്നതിനെയാണ് പിഠി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ ഇനി നമുക്കിത് പരിപ്പിനകത്തോട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ പരിപ്പിനകത്തേക്ക് വേവിച്ചെടുക്കുമ്പോൾ പരിപ്പൊക്കെ അതിനകത്തേക്ക് അതിൻ്റെ ദാലിൻ്റെ അംശങ്ങളൊക്കെ അതിനകത്തേക്ക് കയറി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിനുണ്ടാവുക.
ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും. കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് കാണുമ്പോൾ ഒരു ആഗ്രഹം തോന്നും കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളിടത്ത് നല്ല പ്രോട്ടീനാണ്, പരിപ്പൊക്കെ പ്രോട്ടീനാണല്ലോ. അപ്പം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഇതായപ്പോൾ ഞാനിവിടെ എല്ലാത്തിനും ഇവിടെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ നെയ്ക്കകത്തും ഇതുണ്ടാക്കാം, അല്ലെങ്കിൽ കുറച്ച് എണ്ണ കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് എണ്ണ അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 വറ്റൽമുളക് കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. ജീരകവും ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഓരോ ടേബിൾ സ്പൂണിൻ്റെ കണക്കനുസരിച്ച് അതിലേക്ക് നമുക്ക് 2 പിഞ്ച് കായം കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് സവാളയൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് അല്പം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അതുപോലെ 1 പിഞ്ച് മഞ്ഞൾ. നമ്മൾ ഓൾറെഡി പരിപ്പിനകത്ത് മഞ്ഞൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇപ്പം നമ്മൾ ഒത്തിരി മഞ്ഞൾ ചേർക്കേണ്ട. അതുപോലെ അല്പം ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക. മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് വേകുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. തക്കാളി വേവാനായിട്ടൊരു അല്പം ഉപ്പും കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് മനസ്സിലിരിക്കണം, നമ്മൾ പരിപ്പിനകത്തും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതനുസരിച്ച് വേണം ഇവിടെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പ് കൂടി പോകാൻ പാടില്ല. തക്കാളി വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളി വെന്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഈ സമയം കൊണ്ട് ഞാൻ മറ്റേ സ്റ്റൗവിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ചൂടുവെള്ളം വേണം നമ്മളിവിടെ ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം നമുക്ക് ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിठी നമുക്കിതിലേക്കിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ദാലിനി കുറുകി വരും. അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിঠিയൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ചെറുതീയിൽ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 7-8 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പിയാണ്. ഡിന്നറിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് വെന്തോ എന്ന് നമുക്കൊന്ന് 7-8 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കുക. അതിലൊന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി അങ്ങ് പറ്റിക്കാൻ നിൽക്കരുത്. കാരണം പറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് പരിപ്പ് ഇരുന്ന് കുറുകും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി പറ്റിക്കേണ്ട. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്തൊഴിച്ച് കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഒന്ന് അടച്ച് വയ്ക്കാം. നെയ്യ് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അല്പസമയം കഴിഞ്ഞ് തുറന്ന് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബീഹാർ സ്പെഷ്യൽ ദാൽ പിഠി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ പറയുക. ഇനി വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബ്ലെസ് യു ഓൾ.